അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സവാഉം മിൻകും മൻ അസറൽ ഖൗൽ വമൻ ജഹർ ബിഹി. നിങ്ങൾ രഹസ്യമാക്കിയാലും നിങ്ങൾ പരസ്യമായി സംസാരിച്ചാലും, വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈൽ, രാത്രി ഒളിഞ്ഞിരിക്കുന്നവനാണെങ്കിലും, വസാരിബും ബിന്നഹാർ, പകലിൽ ഇറങ്ങി നടക്കുന്നവനാണെങ്കിലും തുല്യ. എന്താ തുല്യം? അള്ളാൻ്റെ അടുക്കൽ തുല്യമാണ്. നിങ്ങൾ പതുക്കെ പറഞ്ഞാലും ഉറക്കനെ പറഞ്ഞാലും അള്ളാൻ്റെ അടുക്കൽ തുല്യമാണ്. രാവിൽ ഒളിഞ്ഞിരുന്നാലും പകലിൽ ഇറങ്ങി നടന്നാലും അള്ളാൻ്റെ അടുക്കൽ തുല്യമാണ്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനായ അള്ളാഹു ആകുന്നു എന്നാണ് നമുക്ക് ഇവിടെ അള്ളാഹുവിൻ്റെ കേൾവിയുടെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കാനുള്ളത്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞതായിട്ട് പറയണം. ഖുദ്സിയായ ഹദീസ് എന്താ? യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ആദ്യാന്തമുള്ളവർ ഇൻസും ജിന്നും ഒന്നടങ്കം, ഖാമു ഫി സഈദിൻ വാഹിദ്, എല്ലാവരും ഒരു പ്രതലത്തിൽ നിന്നു. ഫസഅലൂനി, അല്ലാഹ് പറയാം, എന്നിട്ട് എല്ലാവരും ചോദിച്ചു എന്നോട്, എങ്കിൽ ഫഅഅതൈതു കുല്ല ഇൻസാനി മസ്അലതഹു, ഓരോരുത്തരും ചോദിച്ചത് ഞാൻ അവന് നൽകുകയാണ് എങ്കിൽ, മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, എല്ലാവരും ചോദിച്ചത് എത്രയാണ് അത് മുഴുവൻ കൊടുത്തു. എങ്കിലും ഒരു സൂചി കടലിൽ മുക്കിയാൽ എത്ര വെള്ളം ആ സൂചിമ നനയ, അത്രമാത്രമേ എൻ്റെ അടുക്കൽ ഉള്ളത് കുറയുള്ളൂ എന്ന് പറയണം. ഇവിടെ അള്ളാഹുവിൻ്റെ കേൾവിയുടെ പ്രത്യേകതയാണ് അറിയേണ്ടത്. അതെന്താ? ആദ്യാന്തമുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരു പ്രതലത്തിൽ നിന്ന്, അവർക്ക് എത്ര ഭാഷയായിരിക്കും, എത്ര ശൈലിയായിരിക്കും, എല്ലാവരും മനുഷ്യകുലം ഒന്നടങ്കം, ജിന്ന് വർഗം ഒന്നടങ്കം നിന്ന് ചോദിച്ചാൽ ആ ശബ്ദം എത്ര കോലാഹലം ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും എത്ര ചോദിക്കാനുണ്ടാവും. ദുനിയാവ് ചോദിക്കേണ്ടവരുണ്ടാവും, ആഖിറം ചോദിക്കുന്നവരുണ്ടാകും, ദുനിയാവിൽ തന്നെ പല ആവശ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടാകും, ആഖിറത്തിൽ പല കാര്യങ്ങളും നേടാൻ ചോദിക്കുന്നവരുണ്ടാകും. ഓരോരുത്തർക്കും എത്ര ആവശ്യങ്ങളുണ്ടാകും. ഇത് ആദ്യാന്തമുള്ള മനുഷ്യർ ഒന്നടങ്കം ചോദിക്കുകയാണ്, അതും അവരുടെ ഭാഷയിൽ. ഓരോരുത്തർക്ക് എത്ര ഭാഷ? കേരളത്തിൽ എത്ര ഭാഷ, എത്ര ശൈലിയ? ഇന്ത്യയിൽ എത്ര ഭാഷ? ഓരോരുത്തർക്കും എത്ര ശൈലിയ ഓരോ നാട്ടിലും. ഇവരെല്ലാവരും നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു പറയാണ് അവരുടെയൊക്കെ ചോദ്യം ഞാൻ നൽകിയാലേ എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് വേർതിരിച്ച് കേട്ട് ഓരോരുത്തരുടെയും ഭാഷ കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളൊരു 4 ആളെന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആളെന്ന് അങ്ങോട്ടോട്ട് വർത്താനം പറഞ്ഞാൽ മതി. രണ്ടാളോട് സംസാരിക്കാം. അപ്പോൾ 2 ആൾ മുന്നിൽ നിന്നിട്ട് കലാപില അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മിണ്ടാന്നാ ഇവൻ്റെ വർത്താനം തിരിയണില്ല അറിയും. നമ്മളെ നാടൻ ഭാഷയിൽ നമ്മൾ തിരിയണ എടുത്തുന്നാണ് പറയുന്നത്. 2 ആൾ പറഞ്ഞാൽ മതി. ഒരാളെന്നെ ഒന്ന് സ്പീഡ് പറഞ്ഞാൽ മതി. എൻ്റെ ഈ പപ്പന്ന് മെല്ലെന്ന് പറഞ്ഞാൽ തിരിയണില്ല അറിയും. പക്ഷേ നോക്കി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സവിശേഷതയുമാണ് ഈ തിരുമൊഴികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ കേൾവിക്ക് ചില തേട്ടങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നു. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ കേൾവി എന്നതിന് ഒരു സ്വരവും ഒരു തേട്ടമല്ല. പിന്നെ അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് ഈ കേൾവി എന്ന സിഫത്ത് അള്ളാഹുവിന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായി അനിവാര്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒന്നെന്താ? അള്ളാഹുവിൻ്റെ കേൾവിയുടെ തേട്ടം ഭീഷണിപ്പെടുത്തലും മുന്നറിയിപ്പ് നൽകലുമാണ്. ഉദാഹരണത്തിന് ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ. ലഖദ് സമിഅ അല്ലാഹ്, തീർച്ചയായും അള്ളാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ, അള്ളാഹു ഫഖീറാണ്, ദരിദ്രനാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക്. വനഹ്നു അഗ്നിയ, ഞങ്ങൾ ധനികരാണ്. അപ്പോൾ ഞങ്ങൾ ധനികരാണ്, അള്ളാഹു ഫഖീറാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കേട്ട് മനസ്സിലാക്കി എന്നുള്ളതാ. പിന്നെയോ അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞാൽ അത് അപായ സൂചനയാണ്, അപകട മുന്നറിയിപ്പാണ്. അള്ളാഹു കേട്ടിരിക്കുന്നു,
ആ കേട്ടതിൻ്റെ ദുരന്തം ഇവരനുഭവിക്കേണ്ടി വരും. എന്താ അവർ പറഞ്ഞത്? അള്ളാഹു ഫക്കീറാണ്, ഞങ്ങൾ ധനികരാണെന്ന്. ആരാ ഇത് പറയാ? ആരാ ഇത് പറയാ? മനുഷ്യകുലത്തിൽ ആരാ ഇത് പറയാ? ആരാ പറയാ? ജൂതന്മാരാ പറയാ. ജൂതരെ പറയൂ. ജൂതരാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവരുടെ വാക്ക് അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞത് അത് അവർക്കുള്ള മുന്നറിയിപ്പും അപായ സൂചനയുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവിക്ക് അങ്ങനെ ഒരു തേട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും. അം യഹ്സബൂൻ, ആളുകൾ വിചാരിക്കുകയാണോ, അന്നാ ലാ നസ്മഉ സിർറഹും, അവരുടെ രഹസ്യം നാം കേൾക്കുന്നില്ല എന്ന്, വനജ്വാഹും, അവരുടെ ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്ന്. ആളുകൾ ഗൂഢവർത്തമാനം പറയുന്നു, രഹസ്യം പറയുന്നു, ഇത് നമ്മൾ കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്തിനാ ചോദിക്കണത്? അള്ളാഹു കേൾക്കുന്നുണ്ട് എന്നറിയാൻ നമ്മൾ അറിയാൻ മാത്രമല്ല, പിന്നെയോ ഗൂഢവർത്തമാനം പറയുന്നവരും രഹസ്യം പറയുന്നവരും സൂക്ഷിച്ചോളിയും. എന്തിനാ ഗൂഢവർത്തമാനം പറയേണ്ടി വരുന്നത്? പലപ്പോഴും എന്തിനാ രഹസ്യത്തിൽ പറയേണ്ടി വരുന്നത്? കുറ്റകരമായ വർത്തമാനമാണതുകൊണ്ടാണ്. പലപ്പോഴും ഗൂഢമായ വർത്തമാനങ്ങൾ പറയേണ്ടി വരുന്നത് തെറ്റായ വർത്തമാനങ്ങളാണതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇത് കേൾക്കുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ അപായ സൂചനയുണ്ട്, അപകട മുന്നറിയിപ്പുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ കേൾവിയുടെ ഒരു തേട്ടമാണത്. മറ്റൊരു തേട്ടം, അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല. അള്ളാഹു സഹായിക്കുന്നവനായി, ആശ്വസിപ്പിക്കുന്നവനായി, സ്ഥൈര്യം പകരുന്നവനായിട്ട് നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അള്ളാഹു കേൾക്കുന്നു എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഒരിടത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസയോടും ഹാറൂനോടും പറഞ്ഞു ഫിർഔൻ്റെ അടുക്കലേക്ക് പോകാൻ. ഫിർഔൻ്റെ അടുക്കലേക്ക് പോയിട്ട് എന്താ ഫിർഔനോട് പറയേണ്ടത്? ഫിർഔനോട് പറയേണ്ടത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. ഫിർഔൻ ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് വാദിക്കണ കാലഘട്ടമാണ്, അഹങ്കാരിയായ ഫിർഔൻ. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹറൂനെയും അള്ളാഹു നിയോഗിക്കുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗ, ഫിർഔൻ്റെ അടുക്കലേക്ക് പോകാൻ പറയണം. അതേപോലെ തന്നെ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, മൃദുലമായ വാക്ക് സംസാരിക്കാൻ പറയാണ്. പോയിട്ട് ഒരു വേള ഉത്ഭുതനാവുകയും ഭയക്കുകയും ചെയ്തേക്കും എന്ന് പറയാണ് ആര്? ഫിർഔൻ. അങ്ങനെ മൂസയും ഹാറൂനും ഫിർഔൻ്റെ അടുക്കലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും പറയുന്നുണ്ട്, ഖാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ യത്ഗ. അള്ളാഹുവേ, ഞങ്ങൾ രണ്ടാളും ഫിർഔൻ്റെ അടുക്കലേക്ക് പോയിട്ട് അവനെ ഉപദേശിച്ചാൽ അവൻ ഞങ്ങളോട് അതിക്രമം പ്രവർത്തിക്കുമോ, കയ്യേറ്റം നടത്തുമോ, ഞങ്ങൾക്ക് പേടിയുണ്ട്. ഫിർഔൻ എന്താ വാളുകൊണ്ട് സംസാരിക്കണ ദുഷ്ടനാ, അഹങ്കാരത്തിൻ്റെ ഗഗനസീമയിലാണ് ഫിർഔൻ നടക്കുന്നത്. മനുഷ്യരക്തം അതിലൊരു അലർജി ഇല്ലാത്ത മനുഷ്യനാ ഫിർഔൻ. ആ ഫിർഔനോട് ചെന്നിട്ടാ പറയേണ്ടത് നീ ദൈവമല്ല, ഇസ്രായേലരെ വിട്ടുതരണം, അള്ളാഹുവാണ് ദൈവം, അള്ളാഹുവാണ് ഇലാഹി എന്ന് പറയേണ്ടത്. എങ്ങനെ ഉണ്ടാവും ഫിർഔനോട് ചെന്ന് പറഞ്ഞാൽ? അപ്പോൾ സ്വാഭാവികമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും പറയാണ്, ഞങ്ങളിത് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ നേരെ അതിക്രമിക്കുമോ, കയ്യേറ്റം നടത്തുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഈ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ മൂസയോടും ഹാറൂനോടും പറഞ്ഞത്? ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറ. ഖാല, അള്ളാഹു പറയാണ്, ലാ തഖാഫ, മൂസ ഹാറൂൻ നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങൾ രണ്ടുപേരോടൊപ്പവുമുണ്ട്. അസ്മഉ, ഞാൻ കേൾക്കുന്നു, വ അറ, ഞാൻ കാണുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശക്തി പകരാൻ, നിങ്ങൾക്ക് സംരക്ഷണമേകാൻ, നിങ്ങൾക്ക് സ്ഥൈര്യം പകരാൻ കേൾത്തുകൊണ്ട് കണ്ടുകൊണ്ട് ഞാനുണ്ട്, പൊയ്ക്കോളിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്നു എന്നതിന് ഒരു തേട്ടം അള്ളാഹുവിൻ്റെ കേൾവി, അത് സഹായിച്ചുകൊണ്ട് സ്ഥൈര്യം പകർന്നുകൊണ്ടുള്ള കേൾവിയാണ്. മൂന്നാമതൊരു തേട്ടം അള്ളാഹുവിൻ്റെ കേൾവിയെ സംബന്ധിച്ചിടത്തോളം കേട്ടുത്തരം ചെയ്യുക എന്നുള്ളതാണ്. കേട്ട് ഉത്തരം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നിസ്കാരത്തിൽ
റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമീദ. എന്താ അതിൻ്റെ അർത്ഥം? തന്നെ സ്തുതിച്ചവനെ അള്ളാഹു കേട്ടിരിക്കുന്നു, അവൻ്റെ ദുആക്ക് അള്ളാഹു ഉത്തരമേകുന്നു എന്നുള്ളതാണ്. അപ്പം അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം കേൾവിയാ അല്ല, പിന്നെയോ അള്ളാഹുവിനെ സ്തുതിച്ചവനെ അള്ളാഹു കേൾക്കുന്നു, അവൻ്റെ തേട്ടത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരമേകുന്നു എന്നാണ്. പ്രസിദ്ധമായൊരു ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലി ലാ യുസ്മഅ, അള്ളാഹുവേ കേട്ട് ഉത്തരം നൽകപ്പെടാത്ത ദുആ, അതിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നാണ്. അള്ളാഹു ഉത്തരം നൽകാത്ത ദുആ നമ്മളിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, അതിന് അള്ളാഹു ഉത്തരം നൽകണില്ല എങ്കിൽ അപ്പോൾ അതിനെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷയ്ക്ക് തേടുകയാണ്. കേട്ട് ഉത്തരം ചെയ്യപ്പെടാത്ത ദുആ, അതിന് പറഞ്ഞത് ഖൗലില്ലാ യുസ്മഅ എന്നാണ്. കേൾക്കപ്പെടാത്തതെന്നേ അർത്ഥമുള്ളൂ. പക്ഷേ കേൾക്കപ്പെടാത്ത എന്ന് മാത്രമല്ല, പിന്നെയോ അതിൻ്റെ തേട്ടം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യപ്പെടാത്ത ദുആ, അതിനെ തൊട്ട് അള്ളാഹുവിനോട് അഭയം തേടുക എന്നുള്ളതാണ്. അപ്പം അള്ളാഹു കേൾക്കുന്നവനാണ്, കേട്ട് ഉത്തരം ചെയ്യുകയും ചെയ്യുന്നവനാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു. എന്താ ദുആ? അദ്ദേഹത്തിന് വാർദ്ധക്യത്തിലും ഒരു കുഞ്ഞിക്കാലില്ല, കണ്ടില്ല, കുട്ടിയില്ല. അപ്പോൾ പടച്ചോനെ, നിൻ്റെ പക്കൽ നിന്ന് എനിക്കൊരു നല്ല സന്താനത്തെ ദാനമായി നൽകണമേ. ഇന്നക സമീഉ ദുആ, നീ ദുആ സമീഉ ദുആയാണല്ലോ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? നീ ദുആ കേൾക്കുന്നവനാണല്ലോ എന്നാണ്. പക്ഷേ കേൾക്കുക എന്ന് മാത്രമല്ല, പിന്നെ അതിൻ്റെ തേട്ടം എന്താ? കേട്ട് ഉത്തരം നൽകുന്നവനാണല്ലോ എന്നാണ്. അപ്പം അള്ളാഹു കേൾക്കും, എന്നിട്ട് ഉത്തരം നൽകുകയും ചെയ്യും. അതാണ് സമീഉ ദുആ എന്നതിൻ്റെ തേട്ടം. ഇന്നക സമീഉ ദുആ, നീ സമീഉ ദുആ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു സന്താനത്തെ നൽകണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ദുആ ഉണ്ടായത്. അള്ളാഹു ഈ ദുആ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് കേട്ടു, അള്ളാഹു അതിന് ഉത്തരം നൽകുകയും ചെയ്തു. എന്താ ഉത്തരം? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യാ സക്കരിയ, സക്കരിയ, ഇന്നാ നുബശ്ശിറുക, നാം നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു, ബിഗുലാമിൻ, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത. ഇസ്മുഹു യഹ്യ, കുഞ്ഞ് മാത്രമല്ല, പിന്നെ കുഞ്ഞിനുള്ള പേരും അള്ളാഹു നൽകുകയാണ്. ആ കുഞ്ഞിൻ്റെ പേര് യഹ്യ എന്നായിരിക്കും, യഹ്യ എന്നാണ്. അപ്പോൾ അള്ളാഹു സമീഅ്, കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തേട്ടമാണ് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഉത്തരം നൽകും വിധമുള്ള കേൾവി, അതാണ് അള്ളാഹുവിൻ്റെ കേൾവി. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കേൾവിക്ക് ചില വിവക്ഷകളുള്ളതായിട്ട് പണ്ഡിതന്മാർ ഉണർത്തുകയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് മടങ്ങിയപ്പോൾ, എങ്ങനെ തായിഫിൽ നിന്ന് മടങ്ങുന്നത്? തായിഫിലേക്ക് ഹിജറ പോയതാണ്. തായിഫിലേക്ക് ഹിജറ പോയിട്ട് മടങ്ങുമ്പോൾ എന്താ തായിഫുകാർ കാണിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് തിരുനബിയുടെ അഭ്യർത്ഥന അവർ തിരസ്കരിച്ച്. അഭ്യർത്ഥന എന്താ? അള്ളാഹുവിൻ്റെ ദീൻ എത്തിക്കുവാൻ നിങ്ങൾ എനിക്കൊരു അഭയം നൽകണം എന്നാണ്. അതവർ തിരസ്കരിച്ച്, അഭയം കൊടുത്തില്ല. റസൂലുള്ളാഹിനെ പരിഹസിച്ച്, മുഹമ്മദെ, നിന്നല്ലാത്ത ഒരാളെ പറഞ്ഞയക്കാൻ അള്ളാഹു കണ്ടില്ലേ? നിന്നെയാണ് നബിയായി പറഞ്ഞയച്ചിട്ടുള്ളത് എങ്കിൽ കഅബയുടെ കില്ല വലിച്ചു കീറിയിട്ട് അള്ളാഹിനോട് പ്രതിഷേധം അറിയിക്കും. ആളുകൾ തായിഫിൽ നിന്ന് പ്രതികരിക്കുക റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നിങ്ങളൊരു അഭയം നൽകണില്ല എങ്കിൽ നിങ്ങൾ മിണ്ടല്ലേ, ഞാൻ മറ്റൊരാളോട് ചോദിക്കട്ടെ. അതും അവർ മാനിച്ചില്ല. ഇത് വിളിച്ചു കൂവി. എന്ന് മാത്രമല്ല, ഈ വികൃതികളെ വലിച്ചുകൂട്ടി അവർ റസൂലുള്ളാഹിക്കെതിരിൽ ഇറക്കി വിട്ട് അങ്ങനെ കല്ലെറിഞ്ഞ് കൂകി വിളിച്ച് റസൂലുള്ളാഹിനെ തായിഫിൽ നിന്ന് തിരിച്ചോടിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ചെന്നിട്ട് കർണു സാലിബിൽ ഇരിക്കുക, ഒരു സ്ഥലത്ത് ഇരിക്കുക, ഉത്തുബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ. അവശനാണ്, നിണമൊലിക്കുന്ന കാലുകൾ, വേദനയിൽ വിറക്കുന്ന ശരീരം, തിരുനബിയുടെ അധരങ്ങൾ ഗദ്ഗതമാണ്, പക്ഷേ നോവിൻ്റെ വേദനയുടെ വർത്തമാനങ്ങളാണ്. ആ സമയത്ത് മലക്ക് ജിബ്രീൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളോട് പറയാണ്, റസൂലേ, ഇതാ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഈ വന്നിരിക്കുന്നത്. ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക് വമറദ്ദു അലൈക്.
അവിടെ പറയണത് എന്താ അറിയോ? ജിബ്രീൽ പറയാണ്, നിങ്ങളുടെ ജനത തായിഫുകാർ നിങ്ങളോട് പറഞ്ഞ വർത്തമാനം അള്ളാഹു കേട്ടിരിക്കുന്നു, അവർ നിങ്ങളോട് പ്രതികരിച്ചതും അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജനത നിങ്ങളോട് പറഞ്ഞ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? അഭയം നൽകൂല, നിന്നല്ലാത്ത ഒരാളെ പറഞ്ഞേക്കാൻ അള്ളാഹു കണ്ടില്ലേ, പടച്ചവനോടുള്ള പ്രതിഷേധം കഅബയുടെ കില്ല വലിച്ചു കീറിയിട്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്? കൂകി വിളിച്ചാട്ടി വിട്ടത്. അത് അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് മലക്ക് ജിബ്രീൽ പറയുന്നത്. അതുകൊണ്ട് ഇതാ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിരിക്കുന്നു. ആ മലക്ക് റസൂലുള്ളാഹിനോട് അടുത്ത് നിന്നിട്ട് പറയുകയാണെന്ത്? നിങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ അഖ്ഷബൈൻ എന്ന് പറഞ്ഞാൽ മക്കയിലെ 2 പർവ്വത, ഒന്ന് ജബൽ അബി ഖുബൈസും മറ്റൊന്ന് ഖുവൈഖിയാനും. 2 പർവ്വതങ്ങളുടെയും പ്രത്യേകത അതിൻ്റെ വലിപ്പവും അതിൻ്റെ വിശാലതയാണ്. വലിയ 2 മലകളാണ്. ആ മലകൾ കൊണ്ടുവന്നിട്ട് തായിഫുകാരുടെ തലക്ക് മുകളിൽ എറിഞ്ഞ് അവരെ നശിപ്പിക്കാൻ തയ്യാറാണ്. മലക്കുൽ ജിബാൽ പറയാണ്, പ്രവാചകരെ നിങ്ങൾ സമ്മതിക്കണം, എന്നാ ചെയ്തോളാം. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്താ? തായിഫുകാർ നിങ്ങളോട് പറഞ്ഞത് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറയാണ്. ആ കേൾവിൻ്റെ പ്രത്യേകത എന്താ? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കേൾവി. അത് അപായ സൂചനയുടെയും അപകട മുന്നറിയിപ്പിൻ്റെയും കേൾവിയാണ്. അള്ളാഹുവിൻ്റെ കേൾവിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും വിവക്ഷയുമുണ്ട് എന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അസ്സമിയാണ്. അസ്സമിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കേൾവിക്കുള്ള പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ അറിയിപ്പുകൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്.